ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇതിന് മുന്നത്തെ വീഡിയോയിൽ എൻ്റെ IVF-ൻ്റെ എക്സ്പെൻസസും പിന്നെ എൻ്റെ ആദ്യത്തെ എംബ്രിയോ ട്രാൻസ്ഫർ ഫെയിലായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ എംബ്രിയോ ട്രാൻസ്ഫർ നെഗറ്റീവ് ആയതെന്ന് നമ്മൾ നെക്സ്റ്റ് പീരീഡ് വന്ന ശേഷം ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ PCOS, എന്തെങ്കിലും സിസ്റ്റ്, തൈറോയിഡ് തുടങ്ങിയ ഒരു പ്രോബ്ലവും എൻ്റെ ശരീരത്തിലില്ല. പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതിൽ പ്രൊലാക്റ്റിൻ തുടങ്ങിയ ഹോർമോൺസ്, FSH അങ്ങനെ എല്ലാം നമുക്ക് നോർമലി ചെയ്യുമല്ലോ, എന്നിട്ടാണല്ലോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം എല്ലാം കൊണ്ടും നോർമലുമാണ്, ഇക്കണ്ട വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ടും നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം, അത് നേച്ചർ തീരുമാനിച്ചതായിരിക്കാം എന്നാണ്. ഡോക്ടർ പറഞ്ഞത്, ഒരു IVF പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ യൂട്രസ് ഒരു മണ്ണാണ്, ഒരു സോയില്. അതിലേക്കിടുന്ന സീഡാണ് നമ്മുടെ എംബ്രിയോ എന്ന് പറയുന്നത്. ആ സീഡ് ആ മണ്ണിൽ പൊട്ടിമുളച്ച് വളർന്ന് വരണോ വേണ്ടയോ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഗോഡ് അല്ലെങ്കിൽ നേച്ചർ തീരുമാനിക്കുന്ന ഒരു കാര്യമാണെന്ന്. സോ ജീവൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ മനുഷ്യന്മാരുടെ കയ്യിലുള്ളൊരു കാര്യമല്ല, അത് പ്രകൃതിയാണ് തീരുമാനിക്കേണ്ടതെന്നൊരു കാര്യമാണ്. ആദ്യമൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്, പിന്നെയും ഓർക്കുമ്പോൾ ശരിയാണ്, നല്ലതിനെ മാത്രമാണല്ലോ നമ്മുടെ നേച്ചർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി എന്ന് പറഞ്ഞ് വീണ്ടും മടുക്കുകയെ നിരാശപ്പെടാതെ അടുത്ത ഇത് ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത 2 സെറ്റ് എംബ്രിയോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ സെറ്റായിരുന്നു ട്രാൻസ്ഫർ ചെയ്തത്, ഇനിയും അടുത്ത സെറ്റ് ഇരിപ്പുണ്ട്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എംബ്രിയോസാണ്. സോ ഡോക്ടർ പറഞ്ഞു, അടുത്ത എംബ്രിയോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് ഇപ്പം ചെയ്ത പ്രോസസ്സിലൂടെ അല്ലായിരിക്കും, വേറെ നാച്ചുറൽ സൈക്കിളാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ആദ്യം നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താ നാച്ചുറൽ സൈക്കിളിൽ ചെയ്യുന്നത്, ഇത്രയും നാൾ നമുക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പീരീഡ്സും ഓവുലേഷനും എല്ലാം കറക്റ്റ് ചെയ്തായിരുന്നല്ലോ. അപ്പം നമ്മളോട് പറഞ്ഞു, അങ്ങനെ ഓരോരോ HRT ഇതനുസരിച്ചാണ് IVF-ൻ്റെ എംബ്രിയോ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞത്, എനിക്ക് വേറെ ഇഷ്യൂസും ഒന്നുമില്ല, ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഫെയിൽ ആയതുകൊണ്ട് നാച്ചുറൽ സൈക്കിൾ നോക്കാമെന്നാണ് പറയുന്നത്. അപ്പം നാച്ചുറൽ സൈക്കിൾ വഴി എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നും അതിന് എത്രത്തോളം നമുക്ക് മെഡിസിൻസ് ഇൻടേക്ക് ചെയ്യണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പം താങ്ക് യു, ബൈ.